ചില രംഗങ്ങൾ താരങ്ങൾ അഭിനയിക്കാൻ തയ്യാറാകാത്തതിനെക്കുറിച്ച് പല സംവിധായകരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അത്തരത്തിൽ തനിക്കുണ്ടായ അനുഭവം പറയുകയാണ് സംവിധായകനായ ലാൽ ജോസ്. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിൽ കുറച്ച് പട്ടാളം എന്ന മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചുമാണ് ലാൽ ജോസ് സംസാരിച്ചത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിൽ പൃഥ്വിരാജിൻ്റെ കാല് പിടിക്കുന്ന സീൻ മണി ചെയ്യാൻ വിമുഖത കാണിച്ചു. എൻ്റെ കുഞ്ഞിനെയും ചികിത്സിക്കണം എന്ന് പറയുന്ന സീനാണ്. അത് ഭയങ്കര ഓവറായിരിക്കുമെന്ന് മണി പറഞ്ഞു. ന്യൂ ജനറേഷൻ ആളുകളൊക്കെ വളരെ സട്ടിലായ ആളുകളായതുകൊണ്ട് ഇത് ഭയങ്കര ഓവറായിരിക്കും. ഡ്രാമാറ്റിക്കായി ഫീൽ ചെയ്യും എന്നൊക്കെ മണിക്ക് തോന്നി. ഞാൻ പഴയ ആളല്ലേ, പഴയ രീതിയിലാണ് ചെയ്യുന്നതെന്ന് തോന്നൽ തീർച്ചയായും കാണാൻ അത് സ്വാഭാവികമാണ്. ആക്ടേഴ്സിന് എപ്പോഴും ഡയറക്ടറിൽ സംശയം കാണും. അവ അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണോ തങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് സ്വയം വെരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ അവരാണ് കുഴപ്പത്തിലാകുക. എന്തായാലും ആ സീനിൽ മണി ഇങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു. എൻ്റെ ഓഫ് ദ ഡേ എന്ന സിനിമയാണ് പുതിയ ജനറേഷൻ ഇഷ്ടമായില്ലെങ്കിലും ഇത് എൻ്റെ സിനിമയാണ്. എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ആദ്യം നീ എന്നോട് കൺവിൻസ് ചെയ്യൂ, തൃപ്തിപ്പെടുത്തൂ. എന്നിട്ട് നാട്ടുകാരുടെ കാര്യം തിയേറ്ററിൽ വരുമ്പോഴെല്ലാം നോക്കാം എന്ന് പറഞ്ഞു. ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട സീനാണിത്. ഇമോഷൻസ്, ന്യൂ ജനറേഷൻസ് എന്നോ ഓൾഡ് ജനറേഷൻ എന്നില്ല. പട്ടാളം സിനിമയിൽ മണിക്ക് കരയാൻ കുറച്ച് മടിയുണ്ടായിരുന്നില്ലേ ചോദ്യത്തിന് മണിക്ക് മാത്രമല്ല പല താരങ്ങൾക്കും പല രംഗങ്ങളും ചെയ്യാൻ മടിയുണ്ടായിരുന്നു എന്ന് ലാൽ ജോസ് പറഞ്ഞു. അഭിനേതാക്കളെ കൺവിൻസ് ചെയ്യുകയാണ് പ്രധാനം. പല രംഗങ്ങളും മമ്മൂട്ടി ചെയ്യാൻ മടിച്ചിട്ടുണ്ട്. ഞാനത് ചെയ്യില്ല, ചെയ്താൽ ഓവറാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതപ്പോഴും ഒരു നടൻ്റെ ഉള്ളിലെ കാര്യമാണ്. പട്ടാളം സിനിമയിൽ ഒരു ഡാൻസ് ചെയ്യാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യില്ല, ചെയ്താൽ ആൾക്കാർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഡാൻസ് അറിയാത്ത ആളാണ്, അങ്ങനെ ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒരു മേജറായി അഭിനയിക്കുവാണല്ലോ, അപ്പോൾ ഡാൻസ് അറിയുക ഉണ്ടാവില്ല. അതുകൊണ്ട് ആഘോഷത്തിൻ്റെ ഒപ്പം കൂടുമ്പോൾ അയാളും ഒരു മൂവ്മെൻറ്റ് ചെയ്തു പോയി. അങ്ങനെ ആളുകൾ കാണും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചില ആൾക്കാരെ കൊണ്ടും പലതും ചെയ്യിപ്പിച്ചിട്ടുള്ളതെന്ന് ലാൽ ജോസ് പറഞ്ഞു. അഴകിരാവൺ എന്ന സിനിമയിൽ രസകരമായ സംഭവത്തെക്കുറിച്ചും ലാൽ ജോസ് സംസാരിച്ചു. ഇന്നസെൻറ്റിന് തോന്നിക്കൽ പഞ്ചായത്ത് എന്ന ഡയലോഗ് പറഞ്ഞു കൊടുത്തപ്പോൾ ചിരി വന്നതിരുന്ന ചോദ്യത്തിന് ലാൽ ജോസ് മറുപടി നൽകിയതിങ്ങനെ: ഞാൻ ചിരിച്ചില്ല, അത് അഭിനയിച്ചില്ലല്ലോ. ചിരിച്ചില്ലെന്ന് മാത്രമല്ല, ടെൻഷൻ അടിച്ചുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തത്. തെറ്റിച്ചാൽ കമൽ സാറിൻ്റെ കയ്യിൽ നിന്ന് കേൾക്കേണ്ടി വരും. ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ സീൻ സെറ്റിൽ ഭയങ്കര ചിരിയായിരുന്നു. പക്ഷേ ഷൂട്ടിൽ വരുമ്പോൾ ചിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ലാൽ ജോസ് പറഞ്ഞു.